ബട്ട് ഇഫ് യു വാണ്ട് പെർഫോമൻസ് ഒള്ളി നിങ്ങൾക്ക് ആ ഒരു സാധനം വെക്കാം. പക്ഷേ അത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ECUവിൻ്റെ ബിഹേവിയർ മാറും. നടക്കുമല്ലേ? അല്ലല്ല, ഇതെല്ലാം ഓക്കെയാണ്. ഇതിങ്ങനെ കോഷൻ പ്രഷർ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഇത് ഓക്സിജൻ സെൻസറിൻ്റെ. അപ്പോൾ യെസ്, ഫൈനലി വർഷങ്ങൾക്ക് ശേഷം, വർഷമല്ല മാസങ്ങൾക്ക് ശേഷം നമ്മുടെ V3 അങ്ങനെ ഒന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. V3 എടുക്കാത്തതിൽ 2-3 കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വണ്ടിയുടെ ABS മോട്ടർ പോയി, അതേസമയം തന്നെ സെയിം ടൈം തന്നെ FIക്ക് ചെറിയ മിസ്സിങ്ങും കാറിലൊക്കെ കാണിച്ചു തുടങ്ങി. ലോ ഫ്യൂവലിലാണ് മിസ്സിങ് കാണിക്കുന്നത്, അല്ലാതെ ഒരു 100 ഒഴിച്ചാൽ പോലും വലിയ കുഴപ്പം വരത്തില്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു ABS ഇതും കൂടെ ഒരുമിച്ച് പണി വന്നപ്പം മീറ്ററിന് ചെറിയൊരു ബ്ലിങ്കിങ് ഉണ്ട്, ചെറിയൊരു ഡിമ്മ്, ഇതിപ്പം കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഷോറൂമിലോട്ട് FI സ്റ്റേഷനിലോട്ടൊന്ന് കണക്ട് ചെയ്ത് എന്താണ് ആ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ യമഹ ഷോറൂമിലോട്ട് പോവുകയാണ്. അത് ഇനിയിപ്പോൾ എവിടെ ചെന്നാലും, ഏത് വലിയ വർക്ക്ഷോപ്പിൽ ചെന്നാലും നമുക്ക് ആ ഒരു സെറ്റപ്പ് നമുക്ക് കിട്ടത്തില്ല. ഷോറൂമിൽ ചെന്നാലേ കിട്ടത്തുള്ളൂ. യമഹയുടെ ബ്ലൂ സ്ക്വയറിൽ ചെന്നാലേ നമുക്ക് ഈ സംഭവം ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വണ്ടി കണക്ട് ചെയ്തിട്ട് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ്, വണ്ടിയുടെ ഫുൾ ഹെൽത്ത് നമുക്കറിയാൻ സാധിക്കും. ഓട്ടോ സെൻസർ അടക്കമുള്ള പല എന്തെല്ലാം വിഷയങ്ങൾ വണ്ടിയിൽ കാണിക്കുന്നുണ്ടോ അതൊക്കെ നമുക്കറിയാൻ സാധിക്കും. എന്തിൻ്റെ വിഷയമെന്നോ എക്സാക്റ്റ് ഫ്യൂൽ പ്രഷർ, അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ പ്രഷർ, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പോകാനായിട്ട് പോകുന്നത് യമഹയുടെ കായംകുളത്തുള്ള ബ്ലൂ സ്ക്വയറിലേക്കാണ്. സോ നമുക്ക് വണ്ടി കണക്ട് ചെയ്ത് വളരെ വലിയൊരു ഉപകാരമാണ് കേട്ടോ. നമുക്ക് കൂടുതലവിടെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അതായത് ആ ഒരു എനിക്ക് ബലമായ സംശയം ഇതിൻ്റെ പമ്പിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഡൗട്ട് വരാൻ കാര്യം ABSും ഫ്യൂൽ പമ്പും കൂടെ ഒരുമിച്ച് ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ കാണിച്ച് തുടങ്ങി. അതുകൊണ്ട് എന്തെങ്കിലും വയറിങ്ങിനുള്ള ഇഷ്യൂ ആണോ അല്ലെങ്കിൽ സെൻസറിനകത്തുള്ള ഫാൾട്ടാണോ? മൈലേജ് ഒറ്റ അടിക്കങ്ങ് ഡ്രോപ്പായി. ഇച്ചിരി കൂടുതൽ പെട്രോൾ, ഒരു 100 ആ റേഞ്ചിൽ പെട്രോൾ ഒഴിച്ചാൽ പോലും വണ്ടിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ്. ചില സമയത്ത് 100 ആൾക്ക് 15 കിലോമീറ്റർ, ചില സമയത്ത് 50 രൂപക്ക് 25 കിലോമീറ്റർ. സോ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്, അല്ലാതെ 50 രൂപക്ക് 100 രൂപക്ക് എപ്പോഴും ഒഴിക്കുന്നതെന്നല്ല. കാര്യം ഞാൻ അടുത്തിടയ്ക്ക് ഒരു എറണാകുളത്ത് പോയിട്ട് വന്നപ്പം സാധാരണ ഒരു 500 രൂപ പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഈ വണ്ടിക്കകത്ത് എത്ര സ്പീഡിൽ പോയിട്ട് വന്നാലും ഒരു 80-90 പിടിച്ച് പോയിട്ട് വന്നാലും ബാലൻസ് ഫ്യൂല് കാണും. നല്ല കുഴപ്പമില്ലാത്ത മൈലേജായിരുന്നു. ഇപ്പം E20 ആയതിൻ്റെ പേരിലാണോ അതോ ഞാൻ എൻഗേജിൻ്റെ ഒരു എയർ ഫിൽട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ECU കറക്ഷൻ വഴി ഒരു 5% ഫ്യൂവൽ കൂടുതൽ കൊടുത്ത് റിച്ചായിട്ട് വണ്ടി ആവുന്നതാണോ എന്നും ഡൗട്ടുണ്ട്. റിച്ച് ആകുമ്പോൾ മൈലേജ് കുറയും, തീർച്ചയായിട്ടും പ്ലഗ് കറക്കും, പ്ലഗും കറുത്തറുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ സ്മെല്ല് വരുമെന്നുണ്ട്, ഫ്യൂവലിൻ്റെ സ്മെല്ലും വരുന്നുണ്ട് എക്സോസ്റ്റിൽ നിന്ന്. അപ്പം മൊത്തത്തിൽ ഡൗട്ടായി. അപ്പം നമുക്ക് മൊത്തത്തിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ABS പോകാനാണ് ചാൻസ് ഉള്ളൂ. സോ നമുക്ക് നേരെ യമഹ ഷോറൂമിലോട്ട് പോകാം. അത് കണക്ട് ചെയ്ത്, അത് ഫ്രീ ആണ്, ഏത് വണ്ടിക്കും ചെയ്യാം. FI ആയിട്ടുള്ള ഏതൊരു മോട്ടോർ സൈക്കിളിനും യമഹയുടെ ആ ഒരു മെഷീൻ വഴി നമുക്ക് ഹെൽത്ത് ചെക്ക് ചെയ്യാം. വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും, ലീൻ സെൻസർ, ടെമ്പറേച്ചർ, ഇതൊക്കെ വണ്ടിയിൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ആ മെഷീനിൽ അറിയാൻ സാധിക്കും. സോ നമുക്ക് നേരെ യമഹയുടെ ഷോറൂമിലോട്ട് പോകാം. ആകപ്പാട് ഈ E20 വന്നതിൻ്റെ പേരിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് വണ്ടിക്ക് നിരന്തരമായി എന്തെങ്കിലുമൊക്കെ പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇറങ്ങുന്ന E20 കോമ്പാക്റ്റബിളായിട്ടുള്ള വണ്ടികളാണെന്ന് പറയുന്ന വണ്ടികളും അത് എത്രത്തോളം കോമ്പാക്റ്റബിൾ ആണെന്ന് നമുക്ക് അറിയില്ല. അത് ചോദിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്കെന്തായാലും പോവാം. പുതിയൊരു വണ്ടിയൊക്കെ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ. എന്നിരുന്നാലും നമുക്ക് ഈ വണ്ടി നമുക്ക് കണ്ടീഷനായിട്ട് വെക്കണം. FC ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, ഇതെല്ലാം കൂടെ നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു ക്രൈസിൻ്റെ പുറത്ത് മേടിക്കുന്നതാണ്. പക്ഷേ ഞാനൊരു ഡുവൽ ക്യാരക്ടർ പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അതായത് എനിക്ക് അറ്റ് ടൈം ഒരു വണ്ടി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഒരു വണ്ടി മാത്രം ഓൾ ഇൻ ഓളായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് എല്ലാ വണ്ടി വേണമെന്ന് താനും. എനിക്ക് ഒരുപാട് വണ്ടികൾ വാങ്ങിക്കൂട്ടണം. ഇപ്പോഴും മനസ്സിൽ ഒരുപാട് വണ്ടികൾ വാങ്ങാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ മേടിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രഷറാണ്. സോ ഇതിപ്പോൾ ഏകദേശം 7 വർഷമായി.
വലിയ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. 46,100 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത്. പക്ഷേ കായംകുളത്ത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഷോറൂം പുതിയതായിട്ട് ഇപ്പം ബ്ലൂ സ്കോർ ആക്കിയതാണ്. അപ്പം നിലവിൽ അത് ഇല്ല. നമ്മൾ നേരെ ഓച്ചിറയിലോട്ട് പോവുകയാണ്. ഓച്ചിറയിൽ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം നേരെ ഇവിടെ നിന്നൊരു 6, 7, 8 കിലോമീറ്റർ നേരെ സ്ട്രൈറ്റ് അങ്ങ് പോയാൽ മതി. അല്ല, മൊത്തത്തിലൊരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമോ? എന്തോ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും അത് 245 എനിക്ക് 45. അതെ അതെ അത് ഒരു ഫോറാണ്. ഇതിപ്പോൾ എറർ വന്ന് നടക്കുമല്ലേ? അല്ല ഇതെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ കോഷൻ അല്ല ഇൻഡു വേണം. ഇപ്പം ഓക്കെ. അല്ല, നേരത്തെ എന്ത് വരുന്നത്? ഇപ്പം എന്ത് ഈ ചിഹ്നം വരണം. ഈ ചിഹ്നം വരണം ഇവിടെ അല്ലേ? ഇപ്പം എന്ത് വരുന്നത്? ഇപ്പം കുഴപ്പം നോർമൽ? ഇല്ല, വേറെ ഉണ്ടാവും. അല്ല, ഇപ്പം നേരത്തെ എന്തെങ്കിലും ഫോൾട്ട് കോഡ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? ഇല്ല വേറെ ഉണ്ടാവും. എന്തിനൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ നേരിലാണ്. കരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഓഫാവും കേട്ടോ. ഓക്കെയാണ്. ഇത് ബ്രോ ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഉണ്ടല്ലേ? നീഡ് റിപ്പയർ. ഇഞ്ചക്ഷൻ ഡ്യൂറേഷൻ എന്നാണ്. ഇഞ്ചക്ടർ. എന്തോത്തിൻ്റെ പ്രശ്നം ബ്രോ? അതായത് ഇഞ്ചക്ട് ചെയ്യുന്നില്ല. ഇഞ്ചക്ട് ചെയ്യുന്നില്ലല്ലേ? ഇഞ്ചക്ട് ചെയ്യുന്നില്ല. ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമാണോ? അതായത് ഇഞ്ചക്ടർ പമ്പിൻ്റെ ആയിരിക്കത്തില്ലല്ലേ? പമ്പിൻ്റെ പ്രഷർ അറിയാൻ പറ്റുമോ? പ്രഷർ അറിയാൻ പറ്റുമോ? അതറിയുന്നു. ഇത് ഓക്സിജൻ സെൻസറിൻ്റെത് കുറവാണോ കൂടുതലാണോ? അവിടെ ഒന്നുമില്ല. അത് കറക്റ്റാണ്. ഇതെല്ലാം കറക്റ്റാണ്. എവിടെ? ഇതെല്ലാം കറക്റ്റാണ്. അത് പെട്രോൾ കുറവുള്ളതാണ് കാണിക്കുന്നതാണ്. അത് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പമ്പ് കേട്ടോ, നമ്മൾ ഓഫാക്കിയിട്ട് നോക്കാൻ. അതല്ല, ഓഫാക്കല്ലോ. ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആദ്യം പോലെ പോയില്ലേ? നോർമലാണ് കാണിക്കുന്നത്. അതെന്താ പറയുക, അതിപ്പോൾ പെട്രോൾ കരിഞ്ഞിരുന്നോണ്ട് കണ്ട് ഇഞ്ചക്ട് ചെയ്യാൻ. പമ്പിൻ്റെ പ്രഷർ ഒന്ന് നോക്കാം. അല്ലാതെ അഴിച്ച് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഇതിനൊന്നും അറിയാം. സെൻസറിൻ്റെ ഓക്കെയാണോ? ഇൻസ്പെക്ഷൻ ഇവിടെ പെട്രോൾ കുറഞ്ഞതിൻ്റെ വല്ലതാണോ? അപ്പോൾ നമ്മൾ നോക്കാൻ വന്ന മെയിൻ സാധനം ഇവിടെ നോക്കത്തില്ല. ഫ്യൂവൽ പമ്പിൻ്റെ പ്രഷർ അത് കാണിക്കുന്നില്ല സിസ്റ്റത്തിൽ.
അപ്പം വണ്ടി ചരിഞ്ഞിരിക്കുമ്പം മാത്രം വണ്ടിയുടെ പ്രഷർ കുറയും. വണ്ടിയിലാണെങ്കിൽ പെട്രോളും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെട്രോളുണ്ട്, ഒരു 200 രൂപയുടെ പെട്രോളോളം ഏകദേശം ഉണ്ട്. പക്ഷേ അതിനുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, അത് കാണിക്കുന്നത് ചരിഞ്ഞിരിക്കുമ്പം പ്രഷറിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്, അതായത് ആ ഒരു ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചരിഞ്ഞിരിക്കുമ്പോൾ. പിന്നെ എൻജിൻ RPM ഐഡിലിങ്ങിൻ്റെ എന്തോ ഒരു വിഷയം റിപ്പയറിംഗ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, അതും ചരിഞ്ഞിരിക്കുമ്പോൾ മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്യൂൽ പമ്പിൻ്റെ കാര്യത്തിൽ ഖത്തം ആയി എന്നാണ്, പ്രഷർ ഏകദേശം കുറഞ്ഞു എന്നുള്ള കാര്യമാണ്. ABS സ്റ്റാൻഡ് ലോണാണ്, ABSൻ്റെത് ECU ആയിട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അറിയാൻ നമുക്ക് ഇതിനകത്ത് സാധിക്കത്തില്ല, സെപ്പറേറ്റ് കാര്യങ്ങളാണത്. ബാക്കി കുറേ എറർ കോഡൊക്കെ ഉണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഇതിപ്പോൾ കണക്ട് ചെയ്യുന്നത്, അതൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ മിസ്സിങ് ഉണ്ട്. എന്തോ പറയാനാന്ന് പറ, വല്ലാത്തൊരു അവസ്ഥയായി പോയി. ഷിറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് ഒന്ന് കുട്ടപ്പനാക്കി ഇറക്കണം, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. അത് ഷോറൂമിൽ തന്നെ കൊടുത്ത് ചെയ്യാനാണ് ഇനിയിപ്പം പ്ലാന്. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഷോറൂമിലോട്ട് കൊടുക്കുന്നത്. കാരണം ഒരുപാട് നാളായി ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഷോറൂമിലിട്ടൊന്ന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഷോറൂം വൈസ് വണ്ടി മൊത്തത്തിലൊന്ന് ക്ലിയറാക്കി തരാം, അതായത് ആ ഒരു ഷിങ്ങാംബുഷ് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. പിന്നെ ഇഞ്ചക്ടർ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. ഇഞ്ചക്ടർ നമ്മൾ സിമിയാസിൻ്റെ അടുത്ത് ഒന്ന് പോയി ക്ലീൻ ചെയ്തതാണ്, പക്ഷേ ഇഞ്ചക്ടറിൻ്റെ ഇങ്ങനെ ഒരു വിഷയം കാണിക്കുന്നതുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ എല്ലാത്തിലും ഉപരി ആ എൻഗേജിൻ്റെ, എനിക്ക് തോന്നുന്നത് മെയിൻ വിഷയം ആ ഒരു എൻഗേജിൻ്റെ ഹൈ ഫ്ലോ ഫിൽറ്റർ വെച്ചതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. ആ ഒരു ഫിൽറ്ററിൻ്റെ പ്രശ്നമല്ല, ഫിൽറ്റർ പക്ക തന്നെയാണ്, അത് ചെറിയ തർക്കമില്ല. ബട്ട് ഇഫ് യു വാണ്ട് പെർഫോമൻസ് ഒള്ളി നിങ്ങൾക്ക് ആ ഒരു സാധനം വെക്കാം. പക്ഷേ അത് വെച്ച് കഴിയുമ്പം നമ്മുടെ ECUവിൻ്റെ ബിഹേവിയർ മാറും. അതായത് ഫാക്ടറി സെറ്റ് ചെയ്തേക്കുന്ന വന്നേക്കുന്നതിൻ്റെ ആ ഒരു മാപ്പിങ്ങിൽ ഒരു 5 to 10% ഒരു മാറ്റം വരും. അപ്പം കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം കുറച്ച് അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മൈലേജ് കുറയും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫ്യൂൽ പമ്പിൻ്റെ കുറച്ച് വീക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ, പിന്നെ E20 പെട്രോൾ വന്നപ്പോൾ മൈലേജ് സ്വാഭാവികമായിട്ടും കുറയും. മൊത്തത്തിൽ മൂഞ്ചി തെറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് എയർ ഫിൽറ്ററും മാറി, കൂളൻറ്റും മാറി, സിങ്ങാമ്പിൻ്റെ പ്രശ്നങ്ങൾ മാറി, കോൺസെപ്റ്റും മാറി, കുറച്ച് നെറ്റ് ബോൾട്ട് ഇവിടെയൊക്കെ ഇടാനുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതൊക്കെ മാറി ഒന്ന് സെറ്റപ്പാക്കി എന്തായാലും ഇറക്കണം. വണ്ടി അങ്ങനെ നമുക്ക് എന്തായാലും ചുമ്മാ എനിക്കിഷ്ടമല്ലാത്ത കാര്യം, വണ്ടി ഉപയോഗിക്കാതെ വെച്ചാൽ പോലും വണ്ടി പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. ഇനിയിപ്പോൾ E20 പെട്രോളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭൂമ വയ്ക്കാനും പറ്റത്തില്ല. സോ ഇപ്പം വലിയ മിസ്സിങ് ഇല്ല, ചെറിയൊരു മിസ്സിങ് വന്നു, എന്നാലും വലിയ മിസ്സിങ് ഇല്ല. വാൾ ക്ലിയറൻസ് ചെയ്യണം, ചെറിയൊരു അടി വന്ന് തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ അടി. 46,000 കിലോമീറ്റർ ആയപ്പോഴാണ് ആ ഒരു അടി വന്ന് തുടങ്ങിയത്. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. R15 ഉപയോഗിക്കുന്ന ആൾക്കാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. സോ അതൊക്കെ തന്നെയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ.